ഹലോ, വെൽക്കം ടു മീ ആൻഡ് മിലി. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൂച്ചകളുടെ പ്രിയപ്പെട്ടവരാണോ നമ്മൾ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് അവർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് പേർഷ്യൻ ക്യാറ്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നാടൻ പൂച്ചകളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യത്തേതെന്ന് പറയുന്നത്, ആദ്യത്തെ അവരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് പറയുന്നത് നമുക്ക് ഉമ്മ തരും. അതിപ്പോ നമ്മൾ ഫുഡ് കൊടുക്കണതിന്റെ പേരിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, അവർ നമുക്ക് എന്താ പറയാ ഉമ്മ തരുന്നുണ്ടെങ്കിൽ അത് ഒരു ലക്ഷണമാണ്, അവരുടെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ എന്നത് കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ്. രണ്ടാമത്തതാണ് അവരുടെ മൂക്കിൽ നമ്മളെ തൊടാനായിട്ട് അനുവദിക്കും. സാധാരണ പൂച്ചകളൊക്കെ മൂക്കിൽ തൊടുമ്പോൾ അവർ അപ്പ തന്നെ റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മാന്തു നമ്മള്. ഇത് നമ്മൾ അവരുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അവരുടെ മൂക്കിൽ തൊടാനായിട്ട്, അവരുടെ ഏറ്റവും വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള മൂക്കിൽ തൊടാനായിട്ട് അവർ അനുവദിക്കും. മൂന്നാമത്തതാണ് നമ്മുടെ അടുത്ത് വന്ന് കിടക്കും. ഇപ്പൊ വൈകുന്നേരമൊക്കെ നമ്മുടെ നാടൻ പൂച്ചകളായിക്കോട്ടെ പേർഷ്യൻ ക്യാറ്റ്സുകളായിക്കോട്ടെ നമ്മുടെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് നമ്മൾ എന്ന് വേണം കരുതാനായിട്ട്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ അവർ ഉറങ്ങുള്ളൂ. അപ്പോൾ അത്രയും പ്രിയപ്പെട്ടവരാണ് നമ്മൾ എന്നാണ് കരുതേണ്ടത്. നാലാമത്തതാണ് അവരുടെ ബെല്ലി, എന്ന് വെച്ചാൽ അവരുടെ വയറിൽ തൊടാനായിട്ട് നമ്മൾ അനുവദിക്കും. ആദ്യമൊക്കെ ഞാൻ എന്റെ പൂച്ചയെ വാങ്ങുന്ന ടൈമിൽ അവന്റെ വയറുമൊക്കെ തൊടുമ്പോൾ അവൻ മാന്താറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ വയറുമ്പോ തൊടുമ്പോൾ ഒരു തരത്തിലുള്ള പ്രകോപനമോ അവന്റെ ഭാഗത്തു നിന്ന് കാണില്ല. അവന്റെ വയറ് തുടർന്ന് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ ബെല്ലി, അവരുടെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള കരുതുന്ന ഒരു പാർട്ടാണ് അവരുടെ ഒരു വയറിന്റെ ഭാഗം. അവിടെ തൊടാനായിട്ട് നമ്മൾ അനുവദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനത്തതാണ് നമ്മൾ കൈകൊണ്ട് കൊടുക്കുന്ന ഫുഡ് അവര് വാങ്ങിച്ച് കഴിക്കും. അത് ഏറ്റവും വലിയ ലക്ഷണമാണ്. നമ്മളെ പ്രിയപ്പെട്ടതാണ് എന്ന് ആ ഒരു സമയത്ത്, പ്രിയപ്പെട്ടതായി കാണുന്ന ഒരു സമയത്ത് നമ്മൾ എന്ത് കൊടുത്താലും, കൈകൊണ്ട് എന്ത് കൊടുത്താലും അവര് കഴിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ പൂച്ചകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. കൂടുതൽ വീഡിയോ ആയിട്ട് കാണാം. ബൈ.